നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ നിമിഷം യൂട്യൂബിലെ ലക്ഷക്കണക്കിന് വീഡിയോകൾക്കിടയിൽ നിന്ന് ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് വെറുമൊരു യാദൃച്ഛികതയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, ഒരിക്കലുമല്ല. ഇതൊരു നിമിത്തമാണ്. ഇത് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു തീരുമാനമാണ്. ലോകത്തിൻ്റെ ഏതോ കോണിലിരുന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ആ ഭഗവാൻ ചിലത് പറയാനുണ്ട്. നിങ്ങൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ വലിയ കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണിത്. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ മനസ്സിലെ ആ വലിയ ഭാരം ഇറക്കി വയ്ക്കാൻ പോകുന്ന ഒരു വലിയ സന്തോഷവാർത്ത നിങ്ങളെ തേടിയെത്തും. ഇത് എൻ്റെ വാക്കുകളല്ല, നിങ്ങളെ ഇത്രയും കാലം വീഴാതെ കാത്തുരക്ഷിച്ച ആ ഉണ്ണിക്കണ്ണൻ്റെ വാക്കാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം തീരാൻ പോവുകയാണ്. ഈ വീഡിയോ ഒരു നിമിഷം പോലും ഒഴിവാക്കാതെ അവസാനം വരെ കാണുക. ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ആ വലിയ അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ സന്തോഷം എന്താണെന്ന് അറിയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അതിരാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി വൈകി കണ്ണടയ്ക്കുന്നത് വരെ സ്വന്തം കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി യാതൊരു വിശ്രമവുമില്ലാതെ ഓടുന്നവരാണ് നിങ്ങളിൽ പലരും. സ്വന്തം ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ മാത്രം സ്വന്തം സന്തോഷം കണ്ടെത്തുന്ന പാവം അമ്മമാർ. സ്വന്തം ശരീരത്തിലെ വേദനകളും ക്ഷീണവും പോലും അവഗണിച്ച് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്നു. പുറമെ എല്ലാവരോടും ചിരിച്ചു സംസാരിക്കുമ്പോഴും, എല്ലാം തികഞ്ഞവരാണെന്ന് അഭിനയിക്കുമ്പോഴും, ആരും കാണാതെ ഉള്ളിൽ വലിയൊരു സങ്കടക്കടൽ കൊണ്ടു നടക്കുന്നവരല്ലേ നിങ്ങൾ. നിങ്ങളെ കേൾക്കാനോ നിങ്ങളുടെ സങ്കടങ്ങൾ ഒന്ന് മനസ്സിലാക്കാനോ ഈ ലോകത്ത് ആരുമില്ല എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആധികൾ, അവരുടെ പഠനം, സ്ഥിരമായൊരു ജോലി, നല്ല രീതിയിലുള്ള ഒരു വിവാഹം, ഇതൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് പലപ്പോഴും നെഞ്ചിടിപ്പ് കൂടാറില്ലേ? അവർ തെറ്റായ വഴിയിൽ പോകരുതേ, അവർക്കൊരു നല്ല ജീവിതം കിട്ടണേ എന്ന ആധി ഓരോ നിമിഷവും നിങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നുണ്ടാകും. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾ, എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കടബാധ്യതകൾ, കുടുംബത്തിലെ ചില അസ്വസ്ഥതകൾ, ചിലപ്പോൾ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, ഇതൊക്കെ ആലോചിച്ച് രാത്രികളിൽ ഉറക്കം വരാതെ നിങ്ങൾ എത്രയോ ദിവസം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആരും കേൾക്കാതെ തലയിണയിൽ മുഖമമർത്തി നിങ്ങൾ എത്രയോ തവണ കണ്ണീർ വാർത്തിട്ടുണ്ട്. സന്ധ്യയ്ക്ക് പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുമ്പോൾ പലപ്പോഴും കണ്ണുനീർ വന്ന് നിങ്ങളുടെ കാഴ്ച മങ്ങാറില്ലേ? എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് മാത്രം എന്താ ഈ ജീവിതത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ഒരുറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലല്ലോ ഭഗവാനെ. പിന്നെന്താ എനിക്കിങ്ങനെ എന്ന് നിങ്ങൾ നെഞ്ചുരുകി സങ്കടത്തോടെ ചോദിച്ചിട്ടില്ലേ? പൂജാമുറിയിലെ ആ ചിത്രത്തിനു മുന്നിൽ നിങ്ങൾ എത്ര വട്ടം വിലപിച്ചിരിക്കുന്നു. വിഷമിക്കേണ്ട എൻ്റെ അമ്മമാരെ, നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും ആ ഭഗവാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ നെടുവീർപ്പും ആ ഭഗവാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണാൻ പോകുന്ന സമയമാണ് ഇനി വരുന്നത്. സ്വർണം തീയിൽ കുറുക്കി എടുക്കുന്നത് പോലെ ഭഗവാൻ നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുകയായിരുന്നു. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിനും ആ കണ്ണൻ വലിയൊരു പ്രതിഫലം നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറി പ്രകാശം വരാൻ പോവുകയാണ്. ആരുമില്ല എന്ന് തോന്നിയ ഇടത്ത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൈപിടിച്ച് കൂടെയുണ്ടാകും. ഉറപ്പാണ്. ഭഗവാൻ എപ്പോഴാണ്, ഏത് രൂപത്തിലാണ് നമ്മളെ സഹായിക്കാൻ വരിക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥയിൽ ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോയ കുചേലന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഭക്ഷണം കഴിക്കാൻ പോലുമില്ലാതെ കീറിപ്പറിഞ്ഞ വസ്ത്രവും ധരിച്ച് തന്റെ സുഹൃത്തായ കൃഷ്ണനെ കണ്ട് സങ്കടങ്ങൾ പറയാനാണ് കുചേലൻ പോയത്. കയ്യിൽ ആകെയുണ്ടായിരുന്നത് ഭാര്യ കൊടുത്തുവിട്ട ഒരു പിടി അവൽ മാത്രമായിരുന്നു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ദ്വാരകയിൽ എത്തിയ കുചേലൻ ആ വലിയ കൊട്ടാരത്തിന് മുന്നിൽ പകച്ചുനിന്നു. തന്നെപ്പോലൊരു ദരിദ്രനെ ആരെങ്കിലും ഉള്ളിലേക്ക് കടത്തിവിടുമോ എന്ന് അദ്ദേഹം ഭയന്നു. പക്ഷേ തന്റെ ഭക്തൻ തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, സകല ലോകത്തിന്റെയും നാഥൻ, ഓടിച്ചെന്ന് കുചേലനെ കെട്ടിപ്പിടിച്ചു. തന്റെ പട്ടുസിംഹാസനത്തിൽ കൊണ്ടിരുത്തി സ്വന്തം കൈകൊണ്ട് ആ കാലുകൾ കഴുകി. ഭഗവാന്റെ ആ സ്നേഹത്തിനു മുന്നിൽ കുചേലൻ തന്റെ സ്വന്തം സങ്കടങ്ങൾ എല്ലാം മറന്നുപോയി. തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഭഗവാനോട് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ തിരികെ പോരുമ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഭഗവാനെ കണ്ടല്ലോ, ആ സ്നേഹം അനുഭവിച്ചല്ലോ, അതുമാത്രം മതി എനിക്ക് എന്ന്. ഒന്നും ചോദിക്കാതെയാണ് അദ്ദേഹം തിരികെ പോന്നത്. പക്ഷേ ഭഗവാന് അറിയാമായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭക്തന്റെ സങ്കടം എന്താണെന്ന്.
തിരികെ വീട്ടിലെത്തിയ കുചേലൻ കണ്ട കാഴ്ച എന്തായിരുന്നു? ചോർന്നൊലിക്കുന്ന തന്റെ കുടിലിന്റെ സ്ഥാനത്ത് വലിയൊരു സ്വർണ്ണക്കൊട്ടാരം നിൽക്കുന്നു. തന്റെ ഭാര്യയും മക്കളും പട്ടുതുണികൾ ധരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നു. ഇതാണ് ഭഗവാന്റെ രീതി. നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ, നമ്മുടെ കണ്ണുനീർ വീഴുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണ്ടതെല്ലാം ആ കണ്ണൻ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഈ ബുദ്ധിമുട്ടുകൾ വലിയൊരു സന്തോഷം വരുന്നതിന് മുൻപുള്ള ചെറിയൊരു പരീക്ഷണം മാത്രമാണ്. ഭഗവാൻ നിങ്ങളെ കൂടുതൽ ശക്തയാക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എവിടെയാണെങ്കിലും മനസ്സിലുള്ള എല്ലാ ചിന്തകളും മാറ്റിവെക്കുക. നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കുക. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിൽക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. ആ വലിയ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് നമ്മൾ പതുക്കെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയാണ്. അന്തരീക്ഷത്തിൽ മുഴുവൻ കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും തുളസിയുടെയും സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ചുറ്റും നാരായണ നാമജപങ്ങൾ മുഴങ്ങുന്നുണ്ട്. നമ്മൾ പതുക്കെ നടന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി. സ്വർണ്ണക്കൊടിമരത്തിന് അപ്പുറത്ത് ആ നെയ്വിളക്കുകളുടെ പ്രകാശത്തിൽ മഞ്ഞപ്പട്ട് ചാർത്തി, കഴുത്തിൽ തുളസിമാലണിഞ്ഞ്, കയ്യിൽ ഓടക്കുഴലുമായി നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ മുഖത്തേക്ക് നോക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടിയതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ കടങ്ങൾ എല്ലാം തീർന്ന് സമാധാനം ലഭിച്ചതായി വിശ്വസിക്കുക. നിങ്ങളുടെ വീട്ടിൽ വലിയൊരു സന്തോഷം വന്നതായി കാണുക. ഭഗവാൻ അതെല്ലാം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ആ വലിയ സമയം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമാധാനവും കടന്നുവരികയാണ്. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറുകയാണ്. ആ ഗുരുവായൂരപ്പൻ തന്റെ വലതുകൈ നിങ്ങളുടെ നെറുകയിൽ വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കണ്ണുകൾ തുറക്കാം. ഈ സന്തോഷവാർത്ത സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഭഗവാനോടുള്ള നിങ്ങളുടെ നന്ദി അറിയിക്കാൻ പൂർണ്ണ വിശ്വാസത്തോടെ താഴെ കമന്റ് ബോക്സിൽ ഗുരുവായൂരപ്പ നന്ദി എന്ന് കുറിക്കുക. നിങ്ങളുടെ ആഗ്രഹം എത്രയും വേഗം നടക്കട്ടെ എന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ഈ വലിയ സന്ദേശം നിങ്ങളിൽ മാത്രം നിൽക്കാൻ പാടില്ല. നിങ്ങളെപ്പോലെ സങ്കടം അനുഭവിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട 3 പേർക്കെങ്കിലും, അത് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആകട്ടെ, അവർക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അവർക്ക് കിട്ടുന്ന സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലും ഇരട്ടി ഐശ്വര്യമായി മാറും. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചിരിയും സന്തോഷവും നിറയട്ടെ. ഭഗവാന്റെ വലിയ അനുഗ്രഹം എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടൊപ്പം ഉണ്ടാകട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.